റൈസ് ഉച്ചയ്ക്കുള്ള ഫുഡ് പ്രിപ്പറേഷനാണ് നമ്മൾ മേടിച്ചോണ്ടുന്ന ചെമ്പല്ലി. നമ്മളോട് വേറെ പേര് പറയില്ല, കിളിമീനോ? കിളിമീൻ എന്ന് പറയില്ലേ? കിളിമീൻ കുക്കിംഗ് ആണ്. ഇതാ ജയ്മോളുടെ ഫിഷ് കറി. ഫിഷ് കറിയാ ഫ്രൈയാ? ഫ്രൈ. അമ്മ ഇതിന്റെ റെസിപ്പി ഒക്കെ പറഞ്ഞു കൊടുക്കണേ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ. ഡെയിലി പെട്ടെന്ന് അലർട്ടാവണത് കാണണോ? ചേച്ചി പറഞ്ഞേ. അവിടെ ആരുമില്ലേ? ആരെയും കണ്ടില്ലേ? ബാ പോവാ നമുക്ക്. ബാ എലി ബാ, കം ഗുഡ് ബോയ്. ബാ ഫിഷ് ഫ്രൈ തരാം. ബാ വേണോ? ഫിഷ് ഫ്രൈ വേണോ? ആ എന്താ മസാല വേണോ? നമ്മളിപ്പം മീൻ കഴുകി വരഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിലേക്ക് മസാല പുരട്ടാനായിട്ട് കുക്കിംഗ് ടിപ്സ് ആണ് മമ്മി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടുക. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടു. ഇതൊക്കെ എത്ര ക്വാണ്ടിറ്റി ഇടേണ്ടത്? എത്ര ടേബിൾ സ്പൂൺ? ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി. ടേബിൾ സ്പൂൺ വേണ്ട, ടീസ്പൂൺ ഇട്ടാൽ മതി. ഇത് സാധാ മുളക് പൊടി എല്ലാതും ഒരു ടീസ്പൂൺ. നമ്മുടെ മീനിന്റെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, കൂടാതെ ഇനി കുറച്ച് ഉപ്പ്. ഞാൻ സ്പൂണുകളൊന്നും ഇടാറില്ല, റോ കുക്കാണ്, അതാണ് സ്പൂണിനകത്ത്. ഇനി ഒരു സ്വല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പേസ്റ്റ് ആക്കി നമ്മൾ ഇടുന്നുണ്ട്. നമ്മളിങ്ങനെ യോജിപ്പിച്ച് ഒരു സ്വല്പം വെള്ളം കൂടി ചേർത്ത് നമ്മൾ ഒരു പരുവത്തിൽ ഇത് നല്ലതുപോലെ ഇങ്ങനെ ആക്കിയതിന്റെ ശേഷം മറ്റേ നമ്മുടെ ഈ പ്രോ ആയിട്ടുള്ള മറ്റേ ടെലിവിഷനിലെ കുക്ക് ചാനലിലൊക്കെ കണ്ടിട്ടില്ലേ? അതില് പറയണ പോലെ പ്രോ ആയിട്ടാണ് പറയണത്. നമ്മൾ നാടൻ രീതിയിൽ പറഞ്ഞ നോക്കട്ടെ. ആർട്ടിഫിഷ്യൽ ആയിട്ട് പറയാം, അല്ലാണ്ട് ഒറിജിനൽ ആയിട്ട് പറയാം. നമ്മളിങ്ങനെ വരട്ടി വെച്ചിട്ട് അത് അങ്ങനെ ചെയ്തിട്ട് അത് ഇങ്ങനെ ചെയ്തിട്ടെന്നൊക്കെയാ മമ്മി പറയണത്. അങ്ങനെ ഞാൻ ചെയ്യുന്നത് അതുപോലെയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ക്യാമറ കണ്ടപ്പോ സ്റ്റാൻഡേർഡ് പിടിച്ചു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഓരോ മീനും ഇങ്ങനെ എടുത്ത് വരട്ടി വെക്കും. അതാ മതി, അതാണ് വേണ്ടത്. അങ്ങനെ പറയും. എന്നിട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഉള്ളിലേക്ക് മസാല ഇങ്ങനെ പിടിച്ചിറങ്ങണം ഗൈസ്. ഉള്ളു തേച്ച് പരട്ടി കൊടുക്കണം, എന്നാലാണ് നമുക്ക് ആ ഒത്തന്റിക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒത്തന്റിക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിന് നമ്മള് ഡയറക്റ്റ് ഫ്രൈ ചെയ്യണോ അത് കുറച്ചു നേരം വെച്ചിട്ടാണോ? ഒരു 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യും. കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലത്. പക്ഷെ നമുക്ക് നല്ല വിശപ്പുണ്ട്, നമ്മൾ അധിക സമയം വെക്കുന്നില്ല. 15 മിനിറ്റ് വെക്കുന്നുള്ളൂ. അങ്ങനെ മീൻ വറക്കാറായി. പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. ചൂടായി വരുമ്പോൾ നല്ലപോലെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിക്കണം കേട്ടോ. നമ്മൾ ഇതിലേക്ക് മീൻ വെക്കുകയാണ്. മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും തലയും തിരിച്ചു വെക്കണം കേട്ടോ. മീൻ ഇങ്ങനെ ഇതിനകത്തേക്ക് വെക്കുമ്പോ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വെക്കണം മീൻ ഇങ്ങനെ. അത് ഒരുപോലെ അതിന്റെ എണ്ണ കണ്ടോ? അപ്പൊ ഈ ഗ്യാപ്പ്, ഈ എല്ലാ തലകളും ഇങ്ങോട്ട് വന്നു കഴിയുമ്പോ നമുക്ക് അതിനെ കറക്റ്റ് ഇത് കിട്ടില്ല. എണ്ണ ഒരുപോലെ നമുക്ക് ഇത് കിട്ടണം. അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കഴിയുമ്പോൾ അത് കറക്റ്റ്. കുറച്ച് കഴിഞ്ഞ് വറക്കാട്ടാ. ഇപ്പൊ നമ്മുടെ മീൻ മറച്ചിടാറായിട്ടുണ്ട്. വേണ്ട, നല്ലപോലെ ഒരു വശം ഒരിഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയോടെ കഴിയുമ്പോ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ? ഇത് ഒരു 6 ചുള ഉള്ളിയും ഒരു 3 ചുള വെളുത്തുള്ളിയും ഇത്തിരി കറിവേപ്പിലയും ഇത് നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടി ഇട്ട് കൊടുക്കും. ഈ ശക്കല നേരോടെ കഴിയുമ്പോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് മീൻ മുക്കാലും മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി 2-3 ചെറിയ ചുളയാട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ല രുചി ഉണ്ടാവും. എണ്ണയിൽ അത് കിടന്ന് മൂത്ത്
മീനിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത്തിരി കറിവേപ്പില കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. ഇത് നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയി കഴിയാറായി ഏകദേശം. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് കഴിക്കലാണ്. നമ്മളങ്ങനെ മമ്മിയുടെ ഫിഷ് ഫ്രൈ കുട്ടി ചോറുണ്ണാൻ പോവാണ്. അളിയാ ഫിഷ് ഫ്രൈ എങ്ങനെയുണ്ടെന്ന് പറയും. കൊള്ളാട്ടാ. അളി എങ്ങനെയുണ്ട് ഫിഷ് ഫ്രൈ? അടിപൊളി അടിപൊളി. ഈ എന്താ പറയുക, ഫിഷ് ഫ്രൈ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീട്ടിൽ കുക്ക് ചെയ്ത് നോക്കാം. കുറച്ച് ഐസ്ക്രീം കഴിക്കാം. മമ്മി ഇത് പ്രോൺസ് സെറ്റാക്കാൻ പോണ്. മമ്മി ആദ്യമായിട്ട് അങ്ങ് ചെയ്യാൻ പോണെന്നാണ് പറയുന്നത്. ആൽവി, ഞാനിത് ആദ്യമായിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. കാരണം വീട്ടില് കൊഞ്ച് മേടിച്ചോണ്ട് വരുമ്പം അമ്മച്ചിയാണ് ഇത് ശരിയാക്കുന്നയാള്. ഈ അതിന്റെ ഫ്രൈ ചെയ്യുന്നതോ അല്ലെ കറി വെക്കുന്നതോ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇതിന്റെ ഇതൊക്കെ കളഞ്ഞെടുക്കുന്ന അമ്മച്ചിയാ. അത് കാരണം കൊണ്ട് അതിൻ്റെതായ ഒരു ചെറിയ ബുദ്ധിമുട്ട് എനിക്കുണ്ട് ഇത് ആക്കുന്നതിന്. എന്നാലും ഞാൻ രണ്ടുമൂന്നെണ്ണം ആക്കി. കഴിഞ്ഞതാണോ? അത് കഴിഞ്ഞതാ. ഇപ്പോഴാണ് അമ്മച്ചി ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. അമ്മച്ചിക്ക് കുറച്ച് നേരം മതി ഇതാക്കാനായിട്ട്. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, വേറൊരു കാര്യം എന്താണെന്നറിയോ, ഇതിന്റെ മുകളിലൊരു നൂല് പോലെ ഒരു സാധനമുണ്ട് ഇതിന്റെ ഉള്ളില്. അത് എടുത്ത് കളയണമെന്ന് അമ്മച്ചി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഉണ്ട്. അത് ഇങ്ങനെ നമ്മൾ കത്തിയും കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതിന്റെ ഉള്ളിൽ ഒരു വള്ളി പോലെ ഒരു സാധനമുണ്ട്. പക്ഷെ അതെടുത്ത് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് അലർജി സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും. ഇതാണ് മമ്മി പറഞ്ഞ വള്ളി. ഇത് ഇതിന്ന് പറിച്ച് ഇങ്ങനെ കളയണം. ഇങ്ങനെയാണ് ഇത് ഒരുക്കുന്നത്. കണ്ട ഒരുക്കി സെറ്റായിട്ട് ഇരിക്കുന്ന ബാക്കിയൊക്കെ ഷെഫ് ജെയ്മോൾ ഷെഫാണ്. കൂടെ വ്ളോഗർ സെബാനി. ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വേണം ജിമ്മിന് പോകാൻ. ഈ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജിമ്മിന് പോവാണ്. ജിമ്മിന്